പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് മുരുക്കുംപറ്റ അടുത്താണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഈ റോഡ് വഴി വന്നാൽ 700 മീറ്റർ ദൂരമുള്ളൂ കേട്ടോ മെയിൻ റോഡിലേക്ക്. നല്ലൊരു വീടും സ്ഥലവും നമുക്ക് കൊടുക്കാനുള്ളത്. 8 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂം, 1700 സ്ക്വയർ ഫീറ്റ് കേട്ടോ. പഴക്കമില്ലാത്ത വീടാണ്, 4 വർഷമേ പഴക്കമുള്ളൂ. അതുപോലെ വെള്ള സൗകര്യത്തിന് ബോർവെല്ലാണ് നിലവിലുള്ളത് കേട്ടോ. ചുറ്റും മതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ മുൻവശം. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ടൗണിൽ നിന്നൊക്കെ ഒരു 7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദൂരം. ഇത് വീടിൻ്റെ പിൻഭാഗം കേട്ടോ. അവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട്, ആ കാണുന്നത്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്, ഒരു കാർ പോർച്ച്, നല്ല വലിയൊരു കാർ പോർച്ച്. ഓപ്പൺ സിറ്റ് ഔട്ട് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോറ് കടന്ന വലിയൊരു ഹാള് ഒരു ആർച്ചുള്ള ഒരു സ്പേസൊക്കെയാണ് അവിടെ കേട്ടോ. വലിയൊരു ആർച്ച് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്, ഒരു ഡൈനിങ് സ്പേസൊക്കെയാണ് അവിടെ കേട്ടോ. നല്ല വലിപ്പമുള്ള ഹാളാണ് കേട്ടോ അത്. ഇതാണ് ഡൈനിങ് സ്പേസ്. അവിടുന്ന് ഇടത് ഭാഗത്തേക്ക് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഡ്രസ്സിൻ്റെ അലമാരയൊക്കെ നല്ല വലിപ്പമുണ്ട്. മൊത്തം 4 ബെഡ്റൂമാണ് കേട്ടോ ഈ വീട്ടിൽ. ഈ ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഇതാണ് ബാത്റൂം. വൃത്തിയുള്ള ബാത്റൂമാണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. നമ്മളുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിലേക്കുള്ള എൻട്രൻസ്. അടുക്കളയിൽ വേറൊരു തരം ടൈൽസ് കേട്ടോ. അടുക്കള അത്യാവശ്യം സ്റ്റോർ റൂമുണ്ട്, റാക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ വേറൊരു മോഡൽ ടൈൽസ് കണ്ടില്ലേ. അതിൻ്റെ തൊട്ട് വേറൊരു ഓപ്പൺ സ്പേസാണ്. അത് നമുക്കിനി ബാത്റൂം ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ സ്റ്റോർ റൂം തന്നെ വീണ്ടും സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അവരിപ്പോൾ അവിടെ വാഷിംഗ് മെഷീനാണ് ഇട്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് എത്തി. അതിൻ്റെ തൊട്ട് വാഷ് ബേസിനുണ്ട്, കണ്ണാടിയൊക്കെ അവിടെയാണ്. അതിൻ്റെ വലത് ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം. അവിടെ വയസ്സായ ഒരാൾ കിടക്കുന്നുണ്ട്, അത് കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. താഴത്തുള്ള ആ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അതേ വലുപ്പം തന്നെയാണ് കേട്ടോ. സ്റ്റെയർ കേസിൻ്റെ തൊട്ടൊരു പൂജാമുറി ഉണ്ട്. അവിടുന്ന് ആ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ 2 ബെഡ്റൂം. സ്റ്റെയർ കേസിൻ്റെ സൈഡൊക്കെ നല്ല സ്റ്റീലിൻ്റെ സ്ട്രോങ് ഉള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കയറി മുകളിലേക്ക് എത്തിയ നേരെ ഒരു പാസേജ്. ഇടത് ഭാഗത്ത് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഡ്രസ്സിൻ്റെ അലമാരൊക്കെ എവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള ബെഡ്റൂം കേട്ടോ, അറ്റാച്ച്ഡ് അല്ല. അതിലേക്ക് കോമൺ ആയിട്ട് 2 ബെഡ്റൂമിലും കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണത്. നല്ല വലിപ്പമുണ്ട്, വൃത്തിയുള്ള ബാത്റൂമാണ്. അതങ്ങനെ പാസേജ് കടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടത് ഭാഗത്ത് ഒരു ബെഡ്റൂമും കൂടി. വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് ആ വീട് ഉഷാറ് വീടാവും. ഈ ബെഡ്റൂം തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസും. അത് കഴിഞ്ഞാൽ അത് ഒരു സൈഡ് ഡോറാണ്, അത് തുറന്നു കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ്. 8 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂമുള്ള 1700 സ്ക്വയർ ഫീറ്റ് വീടാണ്. 2 അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം, കൂടാതെ പുറത്തൊരു ബാത്റൂം. 35 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ വില പറയുന്നത് കേട്ടോ. എങ്കിലും നെഗോഷ്യബിളാണ്, കുറച്ച് കിട്ടുന്നതാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ കേട്ടോ.